ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. കോപ്പറേറ്റീവ് ബൂസ്റ്ററിൻ്റെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ആണ് കേട്ടോ. ബാങ്കിങ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ പാർട്ടാണ് വരിക കേട്ടോ. ബാങ്കിങ്ങിലെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടാണ് വരിക. അതിൻ്റെ ഒറിജിനെ കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം എങ്ങനെയാണ് ഈ ഒരു വേർഡ് ബാങ്ക് എന്നുള്ള പദം എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്, അല്ലെ, എങ്ങനെയാണ് അത് രൂപം കൊണ്ടതെന്ന് നമുക്ക് നോക്കാം. പല രീതിയിലുള്ള ആൾക്കാരും പല രീതിയിലാണ് പറയുക. ഓക്കെ, ചില ലേഖകർ പറയുന്നു അത് ഇറ്റാലിയൻ വേർഡായ ബാങ്കോയിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ചിലർ പറഞ്ഞു ലാറ്റിൻ വേർഡായ ബാൻഗസ്, മറ്റു ചിലർ പറഞ്ഞു ഫ്രഞ്ച് വേർഡായ ബാങ്ക്യു, ചിലർ പറഞ്ഞു ജർമ്മൻ വേർഡായ ബാങ്ക്, ഹീപ്പ് ഓഫ് മണി എന്നർത്ഥം വരുന്ന, അല്ലേ, അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി പോകാം കേട്ടോ. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ് നമ്മുടെ CSEB എക്സാമിന് റാങ്ക് മേക്കിംഗ് പാർട്ടായിട്ട് വരുന്ന ഭാഗമാണ് ഈ ബാങ്കിങ് എന്ന് പറയുക. നമ്മൾ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറയും ബാങ്കിങ്ങും അക്കൗണ്ടൻസിയും, അല്ലേ, നമുക്ക് ഒറ്റ തവണ പഠിച്ചാൽ മതി. ഒരുപാട് തവണ വീണ്ടും ഇപ്പോൾ കോർപ്പറേഷനോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലോയോ ഒക്കെ നമ്മൾ റിവൈസ് ചെയ്യുന്നത് പോലെ എല്ലായ്പ്പോഴും ഒന്ന് റിവൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ബാങ്കിങ്ങിൻ്റെ ആ കാര്യമില്ല. കാരണം ഒന്നോ രണ്ടോ തവണ ഒന്ന് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഒരു കാരണവശാൽ ഒരു കാണാതെയുള്ള പഠനം അത് നമുക്ക് ഒരിക്കലും ആവശ്യമില്ല. കാണാതെയുള്ള പഠനം നമുക്ക് ആവശ്യമില്ല. കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ ഏകദേശം നമുക്കിത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഇതിൽ പറഞ്ഞ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, കാരണം വലിയ വലിയ ടോപ്പിക്സുകളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ബേസാണ് പഠിക്കുന്നത്. ഇപ്പോൾ NI ആക്റ്റും BR ആക്റ്റും RBI ആക്റ്റൊക്കെ വരുന്നുണ്ട്, അല്ലേ. അപ്പം അതൊക്കെ പഠിക്കണം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇന്ന് എന്താണ് തുടങ്ങി വെക്കാം ബാങ്കിങ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇറ്റാലിയൻ വേർഡ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ ചില നമ്മുടെ അധ്യാപകരും ചില ഓതേഴ്സൊക്കെ പറയാണ് ബാങ്ക് എന്ന വാക്ക് ഇറ്റാലിയൻ വേർഡായ ബാങ്കോയിൽ നിന്നാണ് ഫോം ചെയ്തതെന്ന് ഒരു പക്ഷം ആൾക്കാർ പറയുന്നു, അല്ലേ. ഇറ്റാലിയൻ വേർഡ്, അപ്പോൾ ഓർക്കുക, ഇറ്റാലിയൻ വേർഡായ ബാങ്കോയിൽ നിന്നാണെന്ന് ഒരു പക്ഷം ആൾക്കാർ പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നു അല്ല, ലാറ്റിൻ വേർഡാണ്, ലാറ്റിൻ വേർഡായ ബാൻഗസിൽ നിന്നാണ്, അല്ലെ, BANCUS, ബാൻഗസിൽ നിന്നാണ് ചില മറ്റു ആൾക്കാർ പറയുന്നു, അല്ലെ. പിന്നെ വേറൊരു കൂട്ടം പറയുന്നത് ഫ്രഞ്ച് വേർഡ്, ഇതൊന്നുമല്ല, ഫ്രഞ്ച് വേർഡായ ബാങ്ക്യു, അല്ലെ, ഈ ഒരു വാക്കിൽ നിന്നാണ് ബാങ്ക് എന്ന് പറയുന്ന പദം ഫോം ചെയ്തെന്ന് പറയുന്നു. പിന്നെ ജർമ്മൻ വേർഡായ ബാങ്ക്, അല്ലെ, ഹീപ്പ് ഓഫ് മണി, ആ രീതിയിലാണ് ബാങ്ക് എന്ന് പറയുന്ന വാക്ക്, അല്ലെ, ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ടൈം ഡിറൈവ് ചെയ്യുന്നു പറഞ്ഞു. നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇപ്പൊ ഇറ്റാലിയൻ വേർഡ് ബാങ്കോ, ഒറ്റ കാര്യം ഓർത്താൽ പോരെ, ആൻകോ എന്ന് പഠിച്ചാൽ പോലെ, അല്ലെ, ഇറ്റാലിയൻ, അല്ലെ. ഇറ്റാലിയൻ വേർഡായ ബാങ്കോ, ദാറ്റ് മീൻസ് ഇറ്റാലിയന്റെ ANും ബാങ്കോയുടെ COയും, അല്ലെ, ആൻകോ എന്ന് പഠിച്ചാൽ മതി പോരെ. ഇറ്റാലിയൻ വേർഡാന്ന് ചോദിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കും. ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റാലിയൻ വേർഡായ ഡാഷിൽ നിന്നാണ് രൂപീകൃതമായിട്ടുള്ളത്, അല്ലെ ലാറ്റിൻ വേർഡായ ഡാഷിൽ നിന്നാണ് ബാങ്ക് എന്ന് പറഞ്ഞത്, അങ്ങനെ നമുക്ക് ചോദിക്കാം. അതായത് അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ഇറ്റാലിയൻ, ആൻകോ, ക്ലിയർ ആയോടെ. ഇറ്റാലിയൻ എന്ന് പറയുമ്പോൾ ആൻകോ എന്ന് ഓർത്താൽ പോരെ. ദാറ്റ് മീൻസ് ബാൻകോ, ഇറ്റാലിയൻ വേർഡായ, ഇതെല്ലാം BAN ബാൻ എല്ലായിടത്തും ഒരുപോലെ, ഇത് ഇവിടെ ബാൻ, ഇവിടെ ബാൻ, ഇവിടെ എല്ലാം അങ്ങനെയാണ്. ദാറ്റ് മീൻസ് ഇറ്റാലിയൻ വേർഡായ ബാങ്കോയിൽ നിന്നാണ് ബാങ്ക് എന്ന് പറയുന്ന പദം ഡിറൈവ് ചെയ്യുന്ന ഒരു കൂട്ടം പറയുമ്പോൾ നമുക്ക് അതിനെ ഷോർട്ടായിട്ട് ആൻകോ എന്ന് പഠിക്കാം. അടുത്താണ് മറ്റൊരു വിഭാഗം ആൾക്കാർ പറയുകയാണ് ലാറ്റിൻ വേർഡായ ബാൻഗസിൽ നിന്നാണ്. ഒന്നും പഠിക്കണത്, ഇൻഗസ് എന്ന് പഠിച്ചാൽ മതി, അല്ലേ. ഇൻഗസ് എന്ന് പഠിച്ചാൽ പോരെ, ഇൻഗസ് എന്ന് പഠിച്ചാൽ മതി. ആൻകോ, അല്ലെ, ആൻകോ ഇറ്റാലിയൻ ആൻ, അല്ലെ, ബാൻകോ ഓ, അല്ലെ, ഇറ്റാലിയൻ ബാങ്കോ. ലാറ്റിൻ വേർഡായ ബാൻഗസ്, ലാറ്റിൻ ഇൻഗസ്. ഇനി ഫ്രഞ്ച് വേർഡായ ബാങ്ക്യു, ഫ്രഞ്ച്, അല്ലെ, ഫ്രഞ്ച് വേർഡായ ബാങ്ക്യു, ചെക്ക് എന്ന് ഓർത്താൽ പോരെ, അല്ലെ, ഫ്രഞ്ച് വേർഡായ ബാൻക്യു. ക്ലിയർ ആയില്ലേ. ഇറ്റാലിയൻ വേർഡ് ആൻകോ, ലാറ്റിൻ വേർഡ് ബാൻഗസ്, അല്ലെ, അതായത് ഇൻഗസ്. ഫ്രഞ്ച് വേർഡായ ബാങ്ക്യു, ദാറ്റ് മീൻസ് ചെക്ക്, ഫ്രഞ്ചിന്റെ CHും QUE, ബാങ്ക്, ചെക്ക് എന്ന് ഓർത്താൽ മതി. പിന്നെ പറഞ്ഞത് ജർമ്മൻ വേർഡായ ബാങ്ക്, ഹീപ്പ് ഓഫ് മണി, അല്ലെ, ഹീപ്പ് ഓഫ് മണി എന്ന അർത്ഥം വരുന്നു. പിന്നെ ഇതെല്ലാം അർത്ഥമാക്കുന്നത് എന്താണ്, ബെഞ്ച് എന്നാണ്, അല്ലെ, ഓൾ ഓഫ് വിച്ച് മീൻസ് എ ബെഞ്ച് കേട്ടോ. എല്ലാം അർത്ഥമാകുന്ന ബെഞ്ച് എന്നാണെന്ന് ഓർത്ത് വെച്ചു. അപ്പൊ ഇതാണ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു പദം ഡിറൈവ് ചെയ്തതെന്ന് നമ്മുടെ ലേഖകരും പുസ്തകം എഴുതുന്ന, അല്ലെ, നമ്മുടെ അധ്യാപകരൊക്കെ പറയുന്നത്, അല്ലെ, പല വിഭാഗത്തിലുള്ള ആൾക്കാർ പല രീതിയിൽ പറയുന്നത്. അപ്പൊ നിങ്ങളങ്ങ് പഠിച്ചു. ഇറ്റാലിയൻ ആണെങ്കിൽ ബാൻകോ, ദാറ്റ് മീൻസ് എന്താണ്, ആൻകോ. ലാറ്റിൻ ആണെങ്കിൽ ബാങ്കസ്, ദാറ്റ് മീൻസ് ഇൻഗസ്, അല്ലെ. ഫ്രഞ്ച് ആണെങ്കിൽ ബാങ്ക്യു, ദാറ്റ് മീൻസ് ചെക്ക് എന്ന് ഓർത്താം. ഫ്രഞ്ചിന്റെ CH, ബാങ്കിന്റെ QUE, ചെക്ക് എന്ന് ഓർത്താം. ജർമ്മൻ ആണ് ഹീപ്പ് ഓഫ് മണി, അല്ലെ, ബാങ്ക്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്ക് കേട്ടോ. അങ്ങനെ പണ്ട് കാലങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇത്രയും സിമ്പിളായ കാര്യങ്ങളൊന്നും ചോദിച്ച് കാണുന്നില്ല.
അടുത്താണ് ആൻസിസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ബാങ്ക്സ് അല്ലെ. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ മോഡേൺ ബാങ്ക്സിന്റെ ആൻസിസ്റ്റേഴ്സ് ആരൊക്കെയാ നമുക്ക് നോക്കിയാലോ. ചില പുസ്തകങ്ങൾ പറയുന്നു അല്ലെ, യൂണിവേഴ്സിറ്റി പുസ്തകങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പറയാണ് അക്കോർഡിംഗ് ടു ജി ക്രൗതർ അല്ലെ, ക്രൗതർ പറയാ എന്താണ് പറയാ, മോഡേൺ ബാങ്ക്സ് ഹാവ് 3 ആൻസിസ്റ്റേഴ്സ്, പൂർവികർ. നമ്മൾ ഇന്ന് കാണുന്ന ബാങ്കിന് ഒരു 3 പൂർവികർ ആൻസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് ആര് പറഞ്ഞു, ക്രൗതർ പറയുകയാണ് അല്ലെ. ഏതൊക്കെയാണ് ആ 3 പേര്, മെർച്ചൻസ്, മണി ലെൻഡേഴ്സ്, ഗോൾഡ് സ്മിത്ത് കേട്ടോ. അപ്പൊ മെർച്ചന്റ്, മണി ലെൻഡേഴ്സ്, ഗോൾഡ് സ്മിത്ത്, ഇങ്ങനെ ഒരു 3 പൂർവികരുണ്ട് എന്ന് എന്താണ് ക്രൗതർ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് നോക്കാം. ദ മെർച്ചന്റ് ബാങ്കേഴ്സ് വെയർ ഒറിജിനലി ട്രേഡേഴ്സ് ഓഫ് കമ്മോഡിറ്റീസ് ലേറ്റർ ടേൺഡ് ആസ് ഫിനാൻഷ്യൽസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ മെർച്ചന്റ് ബാങ്കേഴ്സ് എന്താണ്, വേറെ ഒറിജിനൽ ട്രേഡേഴ്സ് ഓഫ് കമ്മോഡിറ്റീസിന്റെ ട്രേഡേഴ്സ് ആണ്, ഇപ്പോൾ അവരെന്താണ് ഫിനാൻഷ്യൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത മണി ലെൻഡേഴ്സ് അല്ലേ, മണി ലെൻഡേഴ്സ് എന്താണ്, മണി ലെൻഡേഴ്സ് ലെൻഡ് ദെയർ സർപ്ലസ് മണി അറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കൂടുതൽ പലിശയ്ക്ക് അവരുടെ കയ്യിലുള്ള പണം എന്ത് ചെയ്യുകയാണ്, അവർ കടം നൽകുന്നു. മണി ലെൻഡേഴ്സ് ലെൻഡ് ദെയർ സർപ്ലസ് മണി അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ഓർത്ത് കൊടുക്കുക. അടുത്ത ഗോൾഡ് സ്മിത്ത് അല്ലെ, ഗോൾഡ് സ്മിത്ത് ഫെസിലിറ്റേറ്റ് സേഫ് കീപ്പിംഗ് ഓഫ് വാല്യൂബിൾസ് അല്ലെ, സേഫ് കീപ്പിംഗ് ഓഫ് വാല്യൂബിൾസ്, പിന്നെ മണി, ഇപ്പം പണവും അതുപോലെ തന്നെ എന്താണ് വാല്യൂബിൾസ് ഒക്കെ സേഫ് കീപ്പ് ചെയ്യുന്നു ഗോൾഡ് സ്മിത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം ഇന്നത്തെ ബാങ്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ആധുനിക ബാങ്ക് അല്ലെങ്കിൽ മോഡേൺ ബാങ്കിന്റെ പൂർവികരായിട്ട് 3 പേരെ കണക്കാക്കണം എന്ന ക്രൗതർ പറയുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പറയുന്നത് നമുക്ക് ആ ഒരു മോഡേൺ ബാങ്കിങ്ങിന്റെ ഒരു എമർജൻസ് അല്ലെ, എങ്ങനെയാണ് രൂപീകൃതമെന്ന് അതൊന്ന് നോക്കാം. പറയാണ് The emergence of modern bank system can be traced back to 18th century. 18ാം നൂറ്റാണ്ടിലേക്കാണ് തിരിഞ്ഞു നോക്കേണ്ടി വരും. എന്ത് അതിന്റെ ഒരു എമർജൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്നത്. വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അല്ലെ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ രൂപീകരണം 1694 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ രൂപീകരണത്തോടെയാണ് എന്ത് പറയുക, നമുക്ക് മോഡേൺ ബാങ്കിങ് സിസ്റ്റം രൂപീകൃതമായെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, ദിസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് സെൻട്രൽ ബാങ്കിങ് അല്ലേ. ഇതാണ് നമ്മുടെ സെൻട്രൽ ബാങ്കിങ്ങിന് തുടക്കം കുറിച്ചത്. ദിസ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് സെൻട്രൽ ബാങ്കിങ് വിച്ച് വുഡ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ എക്കണോമീസ് അല്ലെ. നമ്മളിന്ന് കാണുന്ന എക്കണോമിക്സ് ഈ ഒരു സമൂഹത്തിന്റെ അല്ലെ ഡെവലപ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഇന്ന് സെൻട്രൽ ബാങ്ക് വഹിക്കുന്നതെന്ന് ഓർത്തുക. ഏതൊരു രാജ്യത്തിനാണെങ്കിലും സെൻട്രൽ ബാങ്ക് വളരെ വലിയൊരു റോളാണ് പഠിക്കാനുള്ളത്. നമുക്ക് സെൻട്രൽ ബാങ്കിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ, നമുക്ക് നമ്മുടെ സിലബസിൽ പറയുന്നുമുണ്ട്. ഇനിയും പറയാണ്, ഡ്യൂറിംഗ് ദ 19th century ദ ബാങ്കിങ് ഇൻഡസ്ട്രി കണ്ടിന്യൂ ടു ഇവോൾവ് വിത്ത് ദ എമർജൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലേ. എന്താ അർത്ഥമാക്കുന്നത് ഇവിടെ എന്താ പറയുക, എന്താ പറയുക, 19ാം നൂറ്റാണ്ടിലൂടെ അല്ലെ, ഡ്യൂറിംഗ് ദ 19th century ദ എമർജൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ബാങ്കിങ് ഇൻഡസ്ട്രി അവിടെ വലിയ രീതിയിൽ ഒരു വളർച്ച വരികയാണ്. എങ്ങനെ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ എമർജൻസ്, അതുപോലെ പുതിയ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ എന്താണ് ആ ഒരു രൂപീകരണത്തോടെ എന്താണ് ബാങ്കിങ് ഇൻഡസ്ട്രി വലിയൊരു വികസനത്തിലേക്ക് വന്നു എന്ന് പറയുകയാണ് 19ാം നൂറ്റാണ്ടിൽ കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ലേ, ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഡെഫിനേഷൻ ആണ്. എന്താണ് പഠിക്കാൻ പോകുന്നത്, ഡെഫിനേഷൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ക്രൗതർ അല്ലെ, അദ്ദേഹത്തിനെ പറ്റി നമ്മൾ പ്രത്യേകം പഠിക്കണം. അക്കോർഡിംഗ് ടു ക്രൗതർ എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എ ബാങ്ക് കളക്ട്സ് മണി ഫ്രം ദോസ് ഹൂ ഹാവ് ഇറ്റ് ടു സ്പെയർ ഓർ ഹു ആർ സേവിംഗ് ഇറ്റ് ഔട്ട് ഓഫ് ദെയർ ഇൻകംസ് ആൻഡ് ലെൻഡ് ദിസ് മണി ടു ദോസ് ഹു റിക്വയർ ഇറ്റ്. ഒന്നുമില്ല, അതായത് പണം കൂടുതലുള്ളവരെല്ലാം പണം സമ്പാദിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ബാങ്ക് എന്ത് ചെയ്യുകയാണ്, ആ പണം സ്വീകരിക്കുന്നു, കളക്ട് ചെയ്യുന്നു അല്ലെ, സ്വരൂപിക്കുന്നു. പണം എന്ത് ചെയ്യുകയാണ്, ബാങ്ക് ക്യാഷ് ഉള്ളവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് അതെന്ത് ചെയ്യണം, അതിന്റെ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുകയാണ്, ആ ലോണായിട്ട് കൊടുക്കുന്നു. ഇത് തന്നെയല്ലേ ഉള്ളൂ ബാങ്ക് ചെയ്യുന്നേ, നമ്മൾ പഠിക്കുന്നതും അല്ലെ, നമ്മൾ പണ്ടും പഠിക്കുന്നത് ഇത് തന്നെയല്ലേ. നോക്കി എന്താണ് പറയുക, അക്കോർഡിംഗ് ടു ക്രൗതർ a bank collects money from those who have it to spare or who are saving it out of their incomes and it lends this money to those who require it. ആവശ്യമുള്ളവരാണ് ബാങ്ക് എന്താണ്, പണം കൂടുതൽ കയ്യിലുള്ളവരോ അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പണം ഫണ്ട് ഇങ്ങോട്ട് മേടിക്കുന്നു, എന്നിട്ട് ഇതിന്റെ ആവശ്യക്കാർക്ക് ലോണായിട്ട് കൊടുക്കുന്നു അല്ലേ. അതാണ് ക്രൗതർ, അങ്ങനെയാണ് ഈ ബാങ്കിനെ ഡിഫൈൻ ചെയ്യുക. ഇനി നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളൂ, +1 മുതൽ പഠിക്കുന്നതാണ് അല്ലേ. +1 മുതൽ
11ാം ക്ലാസ് അല്ലെ +1 മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു ഡെഫിനേഷനാണ്. ഇതറിയത്തില്ല, ആരും കാണത്തില്ല. ബാങ്കിങ്ങിന്റെ ഈ ഒരു ഡെഫിനേഷനും അതുപോലെ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷനും അറിയത്തില്ല, അതിനാരും ഇന്ന് കാണില്ല അല്ലേ. നമ്മളൊരു കോപ്പറേറ്റീവ് ഒരു ബാങ്ക് മേഖലയിലേക്ക് ജോലി നോക്കുന്നവർ ഈ BR ആക്ടിന്റെ ഡെഫിനേഷനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ ഇതെല്ലാം കാണാപ്പാടാണ്. പക്ഷെ നമ്മളൊന്ന് അന്ന് എന്താണ് അർത്ഥം ഒന്നും മനസ്സിലാക്കി ചുമ്മാ കാണാൻ പഠിച്ചു പോവാ അല്ലെ. BRS ബാങ്ക് റിക്കവറി സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിലും നമ്മൾ അന്നങ്ങ് പഠിച്ചു പോവാ, ശരിയല്ലേ. ടീച്ചർമാർ നല്ലും പഠിച്ചു പോവല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് BR ആക്ടിൽ എങ്ങനെയാണ് ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത്. നോക്കിയേ, ദ BR ആക്ട് 1949 1949 BR ആക്ട് എങ്ങനെയാണ് ഡിഫൈൻസ് ദ ടൈം ബാങ്കിങ്ങിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. നോക്കിയേ, അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്. അതായത് പൊതുജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, ഫണ്ട് മേടിക്കുക, അക്സെപ്റ്റ് ചെയ്യുകയാണ്. അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്, ഒന്നെങ്കിൽ അതായത് പൊതുജനങ്ങളുടെ കയ്യിൽ നമ്മൾ പണം മേടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, ഒന്നെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ലെൻഡ് ചെയ്യും, മറ്റുള്ളവർക്ക് കടമായി കൊടുക്കും അല്ലെ, മറ്റുള്ളവർക്ക് ലെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. ക്ലിയർ ആകുന്നുണ്ടോടെ? അതായത് പൊതുജനങ്ങൾ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ട് ഒന്നെങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മൾ ലോണായിട്ട് ലെൻഡ് ചെയ്യും അല്ലെ, ആ ലോണായിട്ട് നൽകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മറ്റെവിടെയെങ്കിലും കൂടെ നമ്മളിത് ഡെപ്പോസിറ്റ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ. ശരിയല്ല, ബാങ്ക് എങ്ങനെ ചെയ്യുക, നമ്മൾ മേടിക്കുന്ന എല്ലാ തുകയും ലോണായിട്ട് കൊടുക്കാറില്ല. കുറച്ച് ഫണ്ട് കൊണ്ട് നമ്മൾ മാറ്റി ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് ഒരു നിശ്ചിത എമൗണ്ട് ആയിരിക്കും നമ്മൾ ലോണായിട്ട് കൊടുക്കുക അല്ലെ. പിന്നെ പറയുന്നത് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, അതായത് റീപേ ചെയ്യുന്നു എപ്പോൾ, ഡിമാൻഡ് ചെയ്യുമ്പോൾ, ഒന്നുകിൽ വന്ന് പൈസ ഡിമാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതർവൈസ് മറ്റേതെങ്കിലും രീതിയിലോ അല്ലെ. പറയാണ് ബാങ്ക് എന്ത് ചെയ്യുകയാണ്, പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും പണം സ്വരൂപിക്കുന്നു അല്ലെ, പണം കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് ലോണായിട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ എന്താണ് അല്ലെങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇവർക്ക് തിരികെ കൊടുക്കും അല്ലെ. പറയുന്നുണ്ട് റീപേയബിൾ, അത് തിരികെ കൊടുക്കുന്നുണ്ട്. റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, അതായത് അവർ ഡിമാൻഡ് ചെയ്യുമ്പോഴോ എന്ന് പറയാണ്. ഇപ്പൊ നമ്മൾ SB അക്കൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുമല്ലേ, പൈസ തരണം, നമ്മൾ ഡിമാൻഡ് ചെയ്യും അല്ലെ. ഒന്നുകിൽ റീപേയബിൾ ഓൺ ഡിമാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ റീപേ ചെയ്യുന്നു. ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ആൻഡ് ഓർഡർ ഓർ അതർവൈസ്. പിന്നെ എന്ത് ചെയ്യുന്നു, ചെക്ക് ഉപയോഗിച്ചോ ഡ്രാഫ്റ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓർഡറോടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യുന്നത്, അവർ വിഡ്രോ ചെയ്യുന്നു, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലേ, accepting for the purpose of lending or investment of deposit of money from the public, repayable on demand or otherwise, and withdrawal by check, draft and order or otherwise എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് ബാങ്ക് എന്താണ്? ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ. ബാങ്ക് എന്ന് പറയുന്നതാണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ആവും അല്ലെ. ദാറ്റ് ഓപ്പറേറ്റ്സ് വിത്തിൻ എ സ്പെസിഫിക് ജൂറിസ്ഡിക്ഷൻ, ഒരു പ്രത്യേക പ്രവർത്തന പരിധിയിൽ ബാങ്ക് പ്രവർത്തിക്കുന്നു. ആൻഡ് കംപ്ലൈസ് വിത്ത് എ സെറ്റ് ഓഫ് റെഗുലേറ്ററി റിക്വയർമെന്റ് എന്നാണ്. ചില റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ, സെറ്റ് ഓഫ് റെഗുലേറ്ററി ചില നിയന്ത്രണങ്ങൾ നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. അതായത് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക സർക്കുലേഴ്സും അല്ല നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നു അല്ലേ. അതായത് ആ റെഗുലേഷൻസ് ഒക്കെ നമ്മൾ കംപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കംപ്ലൈ ചെയ്യുന്നു, അതായത് ആ നിയന്ത്രണങ്ങൾ റെഗുലേഷൻസുകളൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഒക്കെ ചില റെഗുലേഷൻസ് കൊണ്ടിരുന്നു. നമ്മളതൊക്കെ കംപ്ലൈ ചെയ്ത് എന്താണ് ഒരു സ്പെസിഫിക് ജൂറിസ്ഡിക്ഷനിൽ എന്താണ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് ബാങ്ക് എന്ന് ഓർത്ത്. പിന്നെ പറഞ്ഞത് എന്താണ് അതിന്റെ ലക്ഷ്യം? ഇറ്റ്സ് പർപ്പസ് ഈസ് ടു manage the financial resources of individuals, companies and organization through different financial products and services. നമ്മുടെ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇറ്റ്സ് പർപ്പസ് എന്താണ്? ഈസ് ടു മാനേജ് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ഇൻഡിവിജ്വൽസ്, കമ്പനീസ് ആൻഡ് ഓർഗനൈസേഷൻ. ഇപ്പം എന്താണ് ആ ഇൻഡിവിജ്വൽസിന്റെയും വ്യക്തികളുടെയും കമ്പനികളുടെയും ഓർഗനൈസേഷൻ്റെയും ഒക്കെ എന്താണ് ആ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ മാനേജ് ചെയ്യുക അല്ലേ. അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക എങ്ങനെ? ത്രൂ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. പല രീതിയിലുള്ള സാമ്പത്തിക പ്രോഡക്ട്സ് അല്ലെ, ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളും സേവനങ്ങളും നൽകിക്കൊണ്ട് ഇൻഡിവിജ്വൽസിൻ്റെയും കമ്പനീസിൻ്റെയും ഓർഗനൈസേഷൻ്റെ ഒക്കെ എന്താണ് ഫിനാൻഷ്യൽ റിസോഴ്സ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെ, പർപ്പസ് എന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ. ഓക്കെ, അടുത്താണ് ഡെഫിനേഷൻ ഓഫ് ബാങ്കിങ് സിസ്റ്റം. ഒരു ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഡെഫിനേഷനാണ് പറയുക അല്ലേ. The banking system refers to the network of institutions that provides financial service to individuals, businesses and government. എന്താണ് ആ ഇൻഡിവിജ്വൽസിനും ബിസിനസ്സിനും ഗവൺമെന്റിനും ഒക്കെ എന്താണ് സാമ്പത്തിക സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുക. ശരിയല്ലേ അല്ലേ? എന്താണ് ബാങ്കിങ് സിസ്റ്റം റെഫേഴ്സ് ടു ദ നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്.
അല്ലെ, നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ്, എന്താണ് അവർ നൽകുന്നത്? ആ ഫിനാൻഷ്യൽ സർവീസ്, സാമ്പത്തിക സഹായം. ആർക്കൊക്കെ? ടു ഇൻഡിവിജ്വൽസിന്, ബിസിനസ്സുകാർക്ക്, ഗവൺമെന്റിനെല്ലാം സാമ്പത്തിക സഹായം നൽകുന്നു. പിന്നെ പറയുന്നത്, ഞാൻ പറഞ്ഞൊരു വൈഡ് നെറ്റ്വർക്ക് ആണ് അല്ലെ. ദ നെറ്റ്വർക്ക് ഇൻക്ലൂഡ്സ്, ഈ നെറ്റ്വർക്കിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? എ വൈഡ് റേഞ്ച് ഓഫ് എൻറ്റിറ്റീസ് സച്ച് ആസ് സെൻട്രൽ ബാങ്ക്, ഈ ബാങ്ക് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്കുകൾ വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക് വരുന്നുണ്ട്, സേവിങ്സ് ബാങ്ക് വരുന്നുണ്ട്, ക്രെഡിറ്റ് യൂണിയൻസ് വരുന്നുണ്ട്, പിന്നെന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സും വരുന്നുണ്ട്. ഇപ്പൊ ഇവരെയൊക്കെ ഉൾപ്പെടുന്ന വളരെ വലിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു ബാങ്കിങ് സിസ്റ്റം എന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? The banking system refers to the network of institutions that provide financial service to individuals, business and government. This network includes a wide range of entities such as central bank, commercial bank, saving bank, credit union and investment bank എന്ന് ഒന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. ഇതാണ് ഒരു ബാങ്കിങ് സിസ്റ്റം എന്നുകൊണ്ട് അർത്ഥം. വലിയൊരു സിസ്റ്റമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്രയോ വലിയ സിസ്റ്റമാണ് ഇന്നത്തെ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുക. എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇത്തരം കാര്യങ്ങൾ മതി. ഇന്ന് മുതലുള്ള ക്ലാസ്സുകളിൽ എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. മിനിമം ഒരു 30-40 മിനിറ്റ് എങ്കിലും ഡ്യൂറേഷൻ ഇട്ട് നമ്മൾ ക്ലാസ്സസ് ഇവിടെ എന്ത് ചെയ്യുകയുള്ളൂ, അപ്ലോഡ് ചെയ്യുകയുള്ളൂ. കാരണം അങ്ങനെ ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്കിങ് ഒക്കെയാണ് വരിക. യൂണിറ്റ് ബാങ്ക്, ബ്രാഞ്ച് ബാങ്ക്, മിക്സഡ് ബാങ്ക്, അങ്ങനെ ടൈപ്സ് ഓഫ് ബാങ്കിങ് ആണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. ഒന്ന് മനസ്സിലാക്കിയേക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസുകളൊക്കെ ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. ഞാൻ പറഞ്ഞു നമ്മൾ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നമ്മുടെ 3ാമത്തെ ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ 3ാമത്തെ വീഡിയോ ആഡ് ചെയ്യുകയാണ്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് നാളെ, നമ്മുടെ എന്നും വീഡിയോസ് ഉണ്ട്, നാളെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.